അവിടെ വെച്ചേക്കൂ. ചന്ദ്രൻ വന്നിരുന്നു. ആ ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. ചേട്ടാ, 800 രൂപ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ജോലി സ്വീകരിക്കണം? ഒരു വലിയ ഒരു എനിക്ക് ഉടനെ കിട്ടും. അതിനൊന്ന് ശ്രമിച്ചിരിക്കേ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഈ ഇടയായിട്ട് എന്ത് പറഞ്ഞാലും ദേഷ്യമാ. ഇത് എന്ത് പറ്റി? ആചാരെ, ആ സ്ത്രീയുടെ സംഭാഷണം എന്തിനാ ടേപ്പ് ചെയ്യുന്നേ? എടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിൽ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ ടേപ്പ് ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും, ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. ആശാനെ, അവര് വരുന്നു. വേഗം റെഡിയാക്കി. വരണം. ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ? ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ദീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. ഇവരെ നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവരുടെ സ്നേഹിതരുടെ വീട്ടിൽ 4-5 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനയെ നിങ്ങളുടെ പങ്ക് അവൾ എത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ ഞാൻ നേരത്തെ വരാം. ഗുഡ് നൈറ്റ്. പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ഛാ, എന്ത് മോളെ? ഞാൻ എന്റെ കൂട്ടുകാരി രാധികയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ടേ വരും. ഒന്നല്ല, 2 സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു. എന്നെ കൂടെ പോയിട്ട് വരും. മേലാൽ ഇവിടെ വരുന്നവരെ ശല്യപ്പെടുത്തിയാൽ തന്നെ കയ്യും കലയാൻ തല്ലോടി. വരണം. ഇരിക്കൂ പിന്നെ. എന്നാൽ ഇനി പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തനം ആരംഭിക്കും. ഭഗവാനെ, ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി മിസ്സിസ് മേനോൻ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ബീന, അവരുടെ കാര്യം ഞങ്ങൾ ഏറ്റവും പറഞ്ഞില്ലേ. ധൈര്യമായി പോകൂ. ബീന, കുഞ്ഞമ്മ പോയിക്കോളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ബാബു, വരൂ. എന്താ സാർ? ബീനയെ തൽക്കാലം നിന്നെ ഏൽപ്പിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നെയോ? ഹലോ, മേനോൻ ഹിയർ. ഗുഡ് ഈവനിങ് സർ. നിങ്ങളുടെ മകൾ ബീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പരിഭ്രമിക്കേണ്ട, അവൾക്കൊരാപത്തും വരില്ല. ആരെന്നറിയേണ്ട ആവശ്യമില്ല.
ചെങ്കോട്ട റോഡിൽ 25-ാം മൈലിന് സമീപം ഒരു പന്തമെരിയുന്നത് കാണാം. ഇന്ന് രാത്രി 10 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാൽ വീണ നാളെ വീട്ടിലെത്തും. ഹലോ ഹലോ രജനി 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 എന്റെ മോളെ മഹാബാബു തട്ടിക്കൊണ്ടുപോയി. അയ്യോ ഇതാര് പറഞ്ഞു? എപ്പോഴും എനിക്ക് ഫോൺ ചെയ്യുന്നു. 10 ലക്ഷം രൂപ ഇന്ന് രാത്രി കൊടുത്താൽ അവിടെ കൊല്ലാതെ വിട്ടേക്കാമെന്ന്. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ, പോലീസിനെ അറിയിക്കാൻ. പോലീസിനെ അറിയിച്ചാൽ ആ ദുഷ്ടന്മാർ ബീനെ കൊല്ലും. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോലീസ് ചെന്നാൽ അവർ കാണാതിരിക്കുവോ? നമ്മൾ ഒറ്റ കൊടുത്തതാണെന്ന് അവർ മനസ്സിലാക്കിയാൽ ഉടനെ എന്റെ മോളെ വെടിവെച്ച് കൊന്നിട്ട് അവർ രക്ഷപ്പെടും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ആരെയും അറിയിക്കാതെ അവരാവശ്യപ്പെട്ട പണം കൊടുത്ത് ബീനെ രക്ഷിക്കണം. 10 ലക്ഷം രൂപ പോകുമെന്നോർത്ത് വിഷമിക്കുകയാണോ? ബീനമേളക്കൾ വലുതാണോ അങ്ങക്ക് പണം? ഞാൻ അങ്ങക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോകാം. പണം എടുത്തു തരൂ. അതെവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേണ്ട, നീ പോകണ്ട, ഞാൻ തന്നെ പോകാം. ഓരോ നിമിഷം കഴിയും തോറും എന്റെ മകൻ മരണത്തെ സമീപിക്കുകയാണ്. ആ ദുഷ്ടന്മാർ അവളെ നശിപ്പിക്കുന്നതിന് മുൻപ് ഈശ്വരനെ ഓർത്ത് പോയി അവളെ രക്ഷിക്കൂ. അറിയാതെ രജനി, ഉടൻ തന്നെ ഞാൻ പണം എടുത്ത് പോകാം. നിങ്ങൾ ആവശ്യപ്പെട്ട പണം പറഞ്ഞ സ്ഥലത്ത് ഇതാ വയ്ക്കുന്നു. ഈശ്വരനെ വിചാരിച്ച് എന്റെ മകളെ ഉപദ്രവിക്കാതെ വീട്ടിലെത്തിക്കണം.
ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടഴിക്കും. വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല. മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളിലൂടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 1 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു? all right. Are you ready? Ready, sir. Thank you. ഞാൻ കണക്കുകൂട്ടിയതുപോലെ തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവ് എടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. 2 കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്ര.